ഹലോ നമസ്കാരമുണ്ട്. മണിക്കുട്ടനാണ്. മലയൻ ബോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് അതിമനോഹരമായ ഒരു പുഴയിലാണുള്ളത്. ഇപ്പോൾ കാണുന്ന കണ്ടില്ലേ, കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, സ്നേഹക്കെട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ തുഴഞ്ഞുകൊണ്ട് പോകുന്നത് ചങ്ങാടമാണ്. തടികൾ ചേർത്ത് വെച്ച് കെട്ടിയ ഒരു ചങ്ങാടത്തിൻ്റെ മുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ പുഴയുടെ നടുക്കാണ് നിന്നിട്ട് നമ്മൾ രണ്ട് കരയിലോട്ട് ഉയരുകയാണ്. അതിമനോഹരമായ കാലാവസ്ഥയിലൂടെ നല്ല വെയിലുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. പക്ഷേ നല്ല ആക്ടിവിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ പുഴയിൽ നിന്ന് വെള്ളം മഴ പെയ്തിട്ട് ഒരുപാട് ചപ്പ് ചവറുകളൊക്കെ പിന്നെ പുഴയിടയിലേക്ക് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചപ്പ് ചവറുകളെല്ലാം കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എറിയാൻ വന്നേക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും കിട്ടുമെന്ന് നോക്കാം. എനിവേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ ചങ്ങാടത്തിലെ മീൻപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസാഹസികമായ ഒരു രീതിയിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാതൊക്കെ വേണം നമ്മൾ നിൽക്കാൻ. അതിൽ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ചെയ്ത് വള്ളത്തിൽ നിൽക്കുന്ന പോലെയല്ല ചങ്ങാടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വെള്ളത്തിലേക്ക് വീഴും. നീന്തറിയുന്നവർ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. കാരണം നമുക്കൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊക്കെ നന്നായിട്ട് നീന്തറിയാം. എനിക്കറിയാവുന്ന പുഴയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലവുമായിട്ടൊക്കെ നല്ല അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ ഇറങ്ങി വരികയും ഈ ചങ്ങാടത്തിലൂടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തടിക്ക് കേടെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൽ നിന്നിട്ട് താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ. അടിച്ചടാ ഇവിടെ വാ. എന്താ പോയാലും കുഴപ്പമില്ല. വാട ഇവിടെ നല്ലൊരു കുക്കപ്പായിട്ടുണ്ട്. ഇവിടെ പാടാ പിന്നെ അടിപൊളിയിരിച്ചേനെ ചേരാനല്ല, ഇത് പൊന്തമാക എന്നറിയും. കണ്ടോ, ഇതാണ് പൊന്തമാക. എൻ്റെ സാധനം അടിച്ച് പറിച്ച് കളഞ്ഞേട്ടോ. എൻ്റെ ഹുക്കപ്പ് അടിച്ച് പറിച്ച് കളഞ്ഞു. എൻ്റെ കൈ ജസ്റ്റ് ഹുക്ക, കണ്ട, ചെറിയൊരു ജസ്റ്റ് ഹുക്ക്. ജസ്റ്റ് ഹുക്ക്, ചെറിയൊരു ജസ്റ്റ്